നമ്മളുടെ സിറ്റുവേഷൻസിനനുസരിച്ചുള്ള ഓട്ടോമാറ്റിക് റിയാക്ഷൻസിനെ ഒന്ന് തിരുത്തി എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടെക്നീക്സ് അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഫസ്റ്റ് വൺ വാസ് പ്രാക്ടീസിങ് ദ പോസ്. അതായത് ഒരു സിറ്റുവേഷനും അതിൻ്റെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള നമ്മുടെ റിയാക്ഷൻ്റെ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിനെ വളർത്തിയെടുക്കാം, എന്നിട്ട് ആ ഗ്യാപ്പിൽ പോസ് ചെയ്ത് നല്ലൊരു ഡിസിഷൻ നമ്മൾ അതിന് ശേഷം എടുക്കുക എന്നുള്ളത്. ദെൻ സെക്കൻഡ് തിങ് വാസ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി. അല്ലാന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ ഭാവന. പണ്ട് ഈ യോഗയിൽ പറഞ്ഞ പ്രതിപക്ഷ ഭാവന നമ്മളുടെ വരുന്ന ഓരോ തോട്ടിനെയും തന്നെ റീപ്ലേസ് ചെയ്യുക, ഓട്ടോമാറ്റിക് തോട്ടിനെ തന്നെ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ബേസിക്കലി ഫീലിങ്സും മാറും, ആക്ഷൻസും മാറും. ദെൻ ദ തേർഡ് വൺ ഇസ് അഗൈൻ ഒരു കോൺസ്റ്റന്റ് പ്രാക്ടീസ് ആണ്. ഇത് ബേസിക്കലി നിങ്ങൾ ഉണർന്ന ഉടനെയും അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേയും അല്ലെങ്കിൽ ബോത്ത് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ അതിന് വേണ്ടി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ വാട്ട് യു എസെൻഷ്യലി ഡൂയിങ് ഈസ് നിങ്ങളുടെ ഇന്നർ പ്രോഗ്രാമിങ്ങിനെ നിങ്ങൾ മാറ്റണം. യു ആർ പ്രോഗ്രാമിങ് അവർ മൈൻഡ് ടു റിയാക്ട് ഇൻ എ പോസിറ്റീവ് വേ. ഓപ്പോസിറ്റ് ആയിട്ടുള്ള തോട്ട് വരുമ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അഫർമേഷൻസ്. ഇതൊരു മെറ്റാ മെഡിറ്റേഷൻ്റെ ഭാഗമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കോൾഡ് ആസ് ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ. അതായത് നമ്മൾ ക്വയറ്റ് ആയിട്ടിരുന്ന് സ്റ്റിൽനെസ്സിൽ കുറച്ച് നേരം അവനവൻ്റെ ശ്വാസം മാത്രം ഒബ്സർവ് ചെയ്ത് പിന്നീട് കുറച്ച് അഫർമേഷൻസ് മേ ഐ പറഞ്ഞിട്ട് കുറച്ച് അഫർമേഷൻസ് ഉണ്ട്. അത് നമ്മൾക്ക് തന്നെ കൊടുക്കുന്ന പ്രോഗ്രാമിംഗ് ആണ്. സോ നമ്മൾ സ്റ്റിൽനെസ്സിലേക്ക് പോകുമ്പോൾ നമ്മളുടെ മനസ്സിൽ ക്വയറ്റ്നെസ് കൂടുമ്പോൾ നമ്മൾ കൊടുക്കുന്ന എന്ത് വാക്കുകളും അതൊരു പ്രോഗ്രാമിംഗ് ആയി മാറും നമ്മളുടെ മനസ്സിനെ. ആദ്യം ഒരു കൈ നിങ്ങളുടെ നെഞ്ചത്ത് വയ്ക്കുക. Keep it on your heart space and close your eyes and repeat after me. May I be friendly towards all. May I delight in seeing others happy. May I be compassionate towards sufferers. May I remain indifferent to those with opposing nature. May I be friendly towards all. May I delight in seeing others happy. May I be compassionate towards sufferers. May I remain indifferent to those with opposing nature.